സമാധാനത്തിൻ ദൂതുമായി ഒലിവിലമീടിയ ഇവിടെ തിരുവചനധ്യാനങ്ങളാൽ നിറയുന്നു ഈ അന്തരീക്ഷം. സ്നേഹത്തിൻ സാന്ത്വനമേകാൻ, ദൈവകൃപയിൽ വളരാൻ സ്വാഗതമോതുന്നു ഞങ്ങൾ ഒലിവില മീഡിയയിലേക്ക്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഷ്പ്രവൃത്തികളുടെ ഏറ്റുപറച്ചിൽ സൽപ്രവൃത്തികളുടെ ആരംഭമാണ് എന്ന് ഹിപ്പോയിലെ വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട്. നാം ചെയ്യുന്ന നന്മകളെക്കാൾ ഉപരി നമ്മുടെ അയോഗ്യതകളെ തിരിച്ചറിഞ്ഞ് ദൈവകൃപയിലേക്ക് മടങ്ങുന്നതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയാം. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം തിരഞ്ഞെടുത്ത് ഉപയോഗിച്ച വ്യക്തികളെല്ലാം തന്നെ തങ്ങളുടെ പാപങ്ങളെയും പരിമിതികളെയും അശുദ്ധിയെയും കുറിച്ചൊക്കെ ബോധവാന്മാരായിരുന്നു എന്ന് കാണാം. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ പ്രവാചകനുണ്ടായ ദർശനത്തെക്കുറിച്ച് നാം വായിക്കുന്നു. രാജ്യത്തെ സമൃദ്ധിയിലും സ്ഥിരതയിലും സുരക്ഷിതത്വത്തിലും പരിപാലിച്ച ശക്തനായ ഭരണാധികാരിയായിരുന്നു ഉസിയ രാജാവ്. ജനങ്ങൾ ആശ്രയം വെച്ചിരുന്ന രാജാവിന്റെ മരണം വലിയൊരു ശൂന്യതയും അനിശ്ചിതത്വവും സൃഷ്ടിച്ച അവസരത്തിലാണ് ഉസിയാവിനേക്കാൾ ഉന്നതനായ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന യഹോവയുടെ ദർശനം യെശയ്യാവിനുണ്ടാകുന്നത്. ഒരിക്കലും തകരാത്ത ദൈവാശ്രയത്തിന്റെ ആ ദർശനം യെശയ്യാവിന് തന്റെ അശുദ്ധിയെ വെളിവാക്കി കൊടുത്തു. അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യനെന്ന് അവൻ നിലവിളിക്കുകയാണ്. തന്റെ അശുദ്ധിയെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഒരു ശുദ്ധീകരണത്തിലേക്കും പ്രവാചകൻ എന്ന നിലയിലുള്ള ദൈവിക ദൗത്യത്തിലേക്കും അവനെ നയിച്ചു എന്ന് വേദഭാഗം വ്യക്തമാക്കുന്നു. പാപബോധത്തിലൂടെയുള്ള ശുദ്ധീകരണം എന്നുള്ളതാണ് ഇന്നത്തെ ധ്യാന ചിന്ത. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള വേദഭാഗത്ത് പാപബോധം എന്നത് കേവലം നമ്മെ തളർത്തുന്ന കുറ്റബോധമല്ല, മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു ചാലക ശക്തിയാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. 3 ഉപമകൾ പരാമർശിക്കുന്ന ഈ 15-ാം അധ്യായത്തെ സുവിശേഷങ്ങളുടെ സുവിശേഷമെന്നും അറിയപ്പെടുന്നു. ചുങ്കക്കാരും പാപികളുമെന്ന് യഹൂദ സമൂഹം മുദ്ര കുത്തിയവർ യേശുവിന്റെ വചനം കേൾക്കാൻ ചേർന്ന് വന്നതിനെ വിമർശിച്ച പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും അവരുടെ ഹൃദയ കാഠിന്യത്തെയും സ്വയം നീതീകരണത്തെയും ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നഷ്ടപ്പെട്ടവരെ തിരികെ കൊണ്ടുവരികയും അവരുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയും ചെയ്യുന്ന പിതാവായ ദൈവത്തെയും പാപികളുടെ തിരിച്ചുവരവിൽ സ്വർഗത്തിലുണ്ടാകുന്ന സന്തോഷത്തെയും യേശു വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് ഈ ഉപമകൾ. ധൂർത്തപുത്രനെ കുറിച്ചാണ് ധ്യാനഭാഗത്ത് പറയുന്നത്. ഭവനത്തിന്റെ സുരക്ഷിതത്വവും പിതാവിന്റെ സ്നേഹവും സഹോദരന്റെ സഹവർത്തിത്വവും നഷ്ടപ്പെടുത്തി സ്വന്തം ഇഷ്ടപ്രകാരം ഓഹരിയും വാങ്ങി ജീവിതം ആസ്വദിക്കുവാൻ പോയ ഇളയ മകൻ. യേശുവിന്റെ ഉപമകളിൽ ഇത്രത്തോളം വായിക്കപ്പെട്ട മറ്റൊന്നും ഉണ്ടോ എന്നത് സംശയമാണ്. കൂട്ടുകാരുടെ മധുര വാഗ്ദാനങ്ങളിൽ ഭ്രമിച്ച് അപ്പന്റെ ഉപദേശങ്ങളെയും ചിട്ടകളെയും അടിമത്തമായും പാരതന്ത്ര്യമായും കരുതിയ മകൻ. പിതാവിന്റെ മരണശേഷമല്ലാതെ സ്വത്ത് ഭാഗം വയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന മക്കൾ അപ്പന്റെ മരണം ആഗ്രഹിക്കുന്നു എന്ന ചിന്ത നിലനിൽക്കുന്ന യഹൂദ പാരമ്പര്യത്തിൽ തന്റെ വീതം ചോദിച്ചു വാങ്ങുന്ന ഈ മകൻ അപ്പന്റെ മരണം പോലും ഒരുപക്ഷെ ആഗ്രഹിച്ചിരിക്കാം. പിതാവിന്റെ വാക്കുകൾക്ക് അവൻ ചെവി കൊടുക്കാതെ വീടുപേക്ഷിച്ച് പോകുക മാത്രമല്ല, കിട്ടിയതെല്ലാം ദുർമാർഗത്തിലൂടെയും ചീത്ത കൂട്ടുകെട്ടുകളിലൂടെയും നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം നഷ്ടമായവനെ സ്നേഹിതരും തള്ളിക്കളഞ്ഞു. ഒപ്പം തന്നെ ദേശത്ത് ക്ഷാമവും ഉണ്ടായി. നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ ജോലി തേടിയവന് യഹൂദന്മാർക്ക് നിഷിദ്ധമായ ജോലിയാണ് ചെയ്യേണ്ടി വന്നത്, പന്നികളെ മേയ്ക്കുവാൻ. ബിഷപ്പിന്റെ ആധിക്യം നിമിത്തം പന്നിക്കുള്ള ഭക്ഷണമെങ്കിലും കിട്ടിയെങ്കിലെന്നവൻ ആഗ്രഹിച്ചു. അപ്പോൾ അവന് സുബോധം വന്നു എന്നിവിടെ പറയുന്നു. സ്വന്തം വീടിനും പന്നിക്കൂടിനും ഇടയിൽ ജീവിതം നഷ്ടപ്പെട്ട ഇവൻ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഉപവസിക്കുകയാണ്. പട്ടിണിയുടെ പാരമ്യം അവനിൽ പാപബോധം ഉളവാക്കുന്നു. പിതാവിനോട് മാത്രമല്ല, സ്വർഗത്തോടും താൻ പാപം ചെയ്തു എന്ന ചിന്ത അവനിലുണ്ടായി. ദൈവകൽപ്പനകളെ മറന്നത് അവന് ഓർമ്മ വന്നു. പിതാവ് സ്നേഹത്തോടെ നീട്ടിയ ഭക്ഷണ സാധനങ്ങൾ ദേഷ്യത്തോടെ തട്ടിയെറിഞ്ഞതും ഒരുപക്ഷെ അവൻ നിറകണ്ണുകളോട് ഓർത്തിരിക്കാം. അപ്പന്റെ മേശയിലെ സുഭിക്ഷതയുടെ ഓർമ്മകൾ തിരികെ പോകുവാനുള്ള തീരുമാനത്തിലേക്ക് അവനെ നയിച്ചു. മകൻ എന്ന അവകാശത്തോടെയല്ല, കൂലിക്കാരനായെങ്കിലും കാണണമെന്ന അപേക്ഷയുമായാണവൻ
പന്നിക്കൂട്ടിൽ നിന്നും വീട്ടിലേക്ക് നടന്നത്. അവന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി അവൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ തന്നെ അവനെ കാത്തിരുന്ന ആ പിതാവ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ്. അവന്റെ ഏറ്റുപറച്ചിലുകൾ കേട്ടെങ്കിലും കൂലിക്കാരനായല്ല, എല്ലാ അവകാശവുമുള്ള പുത്രനായി തന്നെ അവനെ സ്വീകരിക്കുന്നു ആ പിതാവ്. ചോദ്യം ചെയ്യലോ ശകാരമോ കുറ്റപ്പെടുത്തലോ ഒന്നുമില്ലാതെ അവന്റെ പശ്ചാത്താപത്തെ സ്വീകരിക്കുക മാത്രമല്ല, ഒരു വലിയ ആഘോഷം തന്നെ ഭവനത്തിൽ ഏർപ്പെടുത്തുന്നു ആ അപ്പൻ. അനുതാപത്തിന്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയെക്കുറിച്ചും ദൈവത്തിന്റെ അതിരുകളില്ലാത്ത കരുണയെക്കുറിച്ചും ആഴമായ ഉൾക്കാഴ്ച പ്രദാനം ചെയ്യുന്നു ഈ വേദഭാഗം. അശുദ്ധമായ ജീവിതത്തിലൂടെ പുത്രത്വത്തിന്റെ അവകാശം പാഴാക്കിയെങ്കിലും തന്റെ കുറവുകളെ ഏറ്റുപറഞ്ഞതിലൂടെ ക്ഷമ പ്രാപിച്ച ഈ മകനെ പോലെ നാമും നമ്മുടെ കുറവുകളെ ഏറ്റുപറയുന്നുവെങ്കിൽ നമുക്കും ഒരു വിമോചനമുണ്ട്. 1 യോഹന്നാൻ 1:9 ഇപ്രകാരം പറയുന്നു: നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ദൈവം മുമ്പാകെ നമ്മുടെ ഹൃദയങ്ങളെ നാം പകരുമ്പോൾ സ്വർഗീയ പിതാവ് തന്റെ സ്നേഹത്താൽ നമ്മെ ചേർത്ത് പിടിക്കുകയും പുനഃസ്ഥാപനത്തിലേക്കും പൂർണ്ണതയിലേക്കും നമ്മെ നയിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിലും പരാജയത്തിന്റെയും വീഴ്ചയുടെയും ഒക്കെ അവസ്ഥകൾ സംഭവിച്ചിരിക്കാം. ചെയ്തു പോയവയെ ഓർത്ത് നീറുന്നവർ നമുക്കിടയിലും ഉണ്ടാകാം. പാപബോധത്താൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ പ്രയാസപ്പെടുന്നവരുണ്ടാകാം. യെശയ്യാവിനെ പോലെ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ഉറക്കെ കരയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആ ധൂർത്ത പുത്രനെ പോലെ പിതാവേ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നുവെന്ന് ഒന്ന് ഏറ്റുപറയുവാൻ സാധിക്കുമോ? എപ്പോഴാണ് നമുക്ക് സുബോധമുണ്ടാവുക? എപ്പോഴാണ് നഷ്ടപ്പെടുത്തിയ സ്വർഗീയ ഭവനത്തിന്റെ സ്നേഹത്തിലേക്കും ഊഷ്മളതയിലേക്കും നാം ഒന്ന് തിരികെ നടക്കുക? ഒരു ശുദ്ധീകരണം നാമും ആഗ്രഹിക്കുന്നില്ലേ? ഞാനും നിങ്ങളും താഴ്മയോടെ ബോധപൂർവം കുറവുകളെ ഒന്ന് ഏറ്റുപറയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ സ്വർഗീയ പിതാവ് തന്റെ സ്നേഹത്താൽ നമ്മുടെ പരാജയങ്ങളെ ആത്മീക നവീകരണത്തിനുള്ള അവസരങ്ങളാക്കി മാറ്റും. അവൻ നമ്മെ ശുദ്ധീകരിക്കും. അനുരഞ്ജനത്തിന്റെയും പുനഃസ്ഥാപനത്തിന്റെയും സന്തോഷം അവൻ നമുക്ക് നൽകും. ആ വലിയ സ്നേഹത്തണലിലേക്ക്, പിതാവിന്റെ ഭവനത്തിന്റെ ഊഷ്മളതയിലേക്ക് നമുക്കും മടങ്ങിച്ചെല്ലാം. നമ്മെ ഓർത്തും സ്വർഗം സന്തോഷിക്കട്ടെ. തിരുവചനം ഓർമ്മിപ്പിക്കുന്നു: നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, പാപബോധത്തോടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്ന ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് സ്വർഗീയ ഭവനത്തിന്റെ സന്തോഷത്തിന് അവകാശികളാക്കി തീർക്കണമേ. ആമേൻ.